ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മാന്ത്രിക ബീൻസിന്റെ കഥ കേട്ടാലോ? ഒരു ചെറിയ ഗ്രാമത്തിൽ ജാക്ക് എന്ന കുട്ടിയും അവന്റെ അമ്മയും താമസിച്ചിരുന്നു. അവർക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു പശു മാത്രമായിരുന്നു. ദിവസേനയുള്ള ആഹാരത്തിന് പോലും അവർ വളരെയധികം വിഷമിച്ചിരുന്നു. ഒരു ദിവസം ജാക്കിന്റെ അമ്മ പറഞ്ഞു, ജാക്കിന്റെ കയ്യിൽ ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല. നമ്മുടെ പശുവിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിത്തുവരൂ. ശരി അമ്മേ, ഞാൻ ഇപ്പോൾ പോകാം. ജാക്ക് അമ്മ പറഞ്ഞതനുസരിച്ച് പശുവിനെ കൂട്ടി മാർക്കറ്റിലേക്ക് നടന്നു. വഴിയിൽ ജാക്ക് ഒരു വൃദ്ധനായ സന്യാസിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഹലോ കുട്ടി, എവിടേക്കാണ് പോകുന്നത്? ഞാൻ പശുവിനെ മാർക്കറ്റിൽ വിൽക്കാൻ പോകുന്നു. എന്റെ പക്കൽ 5 മാന്ത്രിക ബീൻസ് വിത്തുകളുണ്ട്. നിന്റെ പശുവിന് പകരം ഇവ എടുക്കാമോ? വാവ്, മാന്ത്രിക വിത്തുകളോ? ശരി, ഞാൻ എടുക്കാം. സന്യാസി പറഞ്ഞത് ജാക്ക് വിശ്വസിച്ചു. അവൻ പശുവിനെ കൊടുത്ത് മാന്ത്രിക വിത്തുകൾ വാങ്ങി. ജാക്ക് വീട്ടിലേക്ക് ഓടി. വിത്തുകൾ അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. നീ പശുവിനെ പകരം കൊടുത്ത് ഈ വിത്തുകളാണോ കൊണ്ടുവന്നേക്കുന്നത്? അമ്മ ദേഷ്യത്തോടെ വിത്തുകൾ ജനാലയ്ക്ക് പുറത്തേക്ക് എറിഞ്ഞു. എന്താണ് ചെയ്തത്? പശുവിന് പകരം മാന്ത്രിക വിത്തുമായാണ് വന്നത്. അടുത്ത ദിവസം രാവിലെ ജാക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീടിന്റെ അടുത്ത് ആകാശം വരെ ഉയരത്തിൽ ഒരു വലിയ ബീൻസ് മരം വളർന്നിരിക്കുന്നു. ജാക്ക് അത്ഭുതത്തോടെ ആ വലിയ പയർച്ചെടി കയറാൻ തുടങ്ങി. വലിയ പയർച്ചെടി വളർന്നിരിക്കുന്നു. ഞാൻ ഈ പയർച്ചെടിയിലൂടെ കയറി നോക്കട്ടെ, ഇപ്പോൾ വരാം. അവൻ മുകളിലെത്തിയപ്പോൾ മേഘങ്ങളുടെ മുകളിൽ ഒരു വലിയ കോട്ട. അവൻ അതിനുള്ളിലേക്ക് നടന്നു. ആ കോട്ടയിൽ ഒരു വലിയ രാക്ഷസൻ താമസിച്ചിരുന്നു. അവന്റെ പക്കൽ ഒരു അത്ഭുത കോഴിയും ഉണ്ടായിരുന്നു. അത് സ്വർണ്ണമുട്ടയിടുന്ന ഒരു മാന്ത്രിക കോഴിയായിരുന്നു. സ്വർണ്ണക്കോഴി, ഈ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ജാക്ക് നിശബ്ദനായി ആ കോഴിയെ കയ്യിലെടുത്തു. പക്ഷേ അപ്പോഴേക്കും രാക്ഷസൻ ഉണർന്നു. ജാക്ക് ഭയന്ന് വേഗത്തിൽ ഓടി രക്ഷപ്പെടുവാൻ നോക്കി. രാക്ഷസനും അവന്റെ പിന്നാലെ ഓടി. അവൻ ബീൻസ് മരത്തിൽ പിടിച്ച് താഴേക്കിറങ്ങി. പിന്നാലെ രാക്ഷസനും താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. ജാക്ക് താഴെ എത്തി ഒരു വലിയ കോടാലി എടുത്തു. അവൻ ഉടൻ പയർച്ചെടി വെട്ടി വീഴ്ത്തി. ഒരു വലിയ ശബ്ദത്തോടെ രാക്ഷസൻ താഴേക്ക് വീണു. രാക്ഷസന്റെ കഥ കഴിഞ്ഞു. അവൻ ഒരിക്കലും പിന്നീട് തിരികെ വന്നില്ല. പുറകെ വരുന്നുണ്ട്. ഞാൻ ഈ മരം മുറിക്കാൻ പോകുന്നു. ജാക്ക് അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. സ്വർണ്ണക്കോഴി ദിവസവും സ്വർണ്ണമുട്ടയിടാൻ തുടങ്ങി. ജാക്കും അമ്മയും സ്വർണ്ണമുട്ട വിറ്റ് സമ്പന്നരായി മാറി. അവർ സന്തോഷത്തോടെ ജീവിച്ചു. ധൈര്യവും ബുദ്ധിയുണ്ടെങ്കിൽ ഏതു വലിയ പ്രശ്നത്തെയും ജയിക്കാം. അതെ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം.